SSLC പരീക്ഷാഫലം മെയ് 15-നും ഹയർ സെക്കൻഡറിയുടേത് മെയ് 22-നും പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട്. SSLC പുനർമൂല്യനിർണ്ണയത്തിൻ്റെ ഫലം മെയ് അവസാനമാകും പ്രസിദ്ധീകരിക്കുക. +1 ഫലം ജൂൺ 10-നും +1 ഇംപ്രൂവ്മെൻറ്റ് ഫലം മെയ് 8-നും പ്രഖ്യാപിക്കും. വെള്ളയമ്പലത്തും അരുവിക്കരയിലും അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നാളെ രാവിലെ 8 മണി മുതൽ മെയ് 1 വരെ മെയ് 1-ന് രാവിലെ 8 മണി വരെ തിരുവനന്തപുരം നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടുമെന്ന് വാട്ടർ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനു കീഴിൽ വിവിധയിടങ്ങളിൽ പാത നവീകരണ ജോലികൾ നടക്കുന്നതിനാൽ ട്രെയിൻ ഗതാഗതത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മെയ് ജൂൺ മാസങ്ങളിൽ വിവിധ ട്രെയിനുകളെ ഇത് ബാധിക്കുമെന്നും യാത്രക്കാർ ശ്രദ്ധിക്കണമെന്നും റെയിൽവേ അറിയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈ സാമ്പത്തിക വർഷത്തെ കെട്ടിട നികുതി 5% ഇളവോടെ അടയ്ക്കാൻ ഈ മാസം 31 വരെ അവസരമുണ്ട്. സാമ്പത്തിക വർഷത്തിൽ ആദ്യ മാസത്തിൽ അടച്ചാലാണ് ഈ ഇളവ് ലഭ്യമാവുക. വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെയ് മാസത്തിൽ 5 ദിവസത്തെ ബേക്കറി ആൻഡ് കൺഫെക്ഷനറി കോഴ്സ് നടത്തും. 8ാം ക്ലാസ് ജയിച്ചവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലുവ ഭാരതമാതാ കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസ് LLB പ്രവേശനം ലഭിക്കുന്നതിനുള്ള എൻട്രൻസ് പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കുന്നതിന് സൗജന്യ കോച്ചിംഗ് ക്ലാസ് നടത്തുന്നു. മെയ് 1 മുതൽ ക്ലാസ് ആരംഭിക്കും. വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ഫോണിൽ ബന്ധപ്പെടുകയോ ചെയ്യാം.